ഇവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹൈമവതിയുടെ ചോറ് കട്ട് നിന്നതിനെ നിന്നെ സ്കൂളിൽ സസ്പെൻഡ് ചെയ്തപ്പോ ഞാനല്ലേടാ ആ കുറ്റം ഏറ്റെടുത്ത് നിന്നെ രക്ഷിച്ചത്. പറയടാ. കഴിഞ്ഞ എന്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞോന്ന്? കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട. എന്നാ ചെവി പൊത്തിക്കളാം. പലിശക്ക് പണം കൊടുക്കുന്ന മാമാന്റെ ആട്ടും തുപ്പും സഹിച്ചിട്ട് നമ്മളിവിടെ കയ്യ. എന്തിന്? മൈമുനേനെ മറ്റാരും തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. ശമ്പളമില്ല, നല്ലൊരു ഷഡ്ഡി വാങ്ങാനുള്ള പൈസ പോലും അയാൾ തരില്ല. സഹിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ നിന്നൊരു പഹയം വന്ന് ചാടി. നമ്മളെ കോയിക്കലെ മൊയ്തൂക്കാന്റെ മോൻ ഖാലിദ് നമ്മളെ കൊണ്ടാവും പോലെ അവനെ നമ്മൾ സൽക്കരിച്ച് ഒടുക്കം മാമാന്റെ കയ്യിൽ നിന്ന് 500 റുപ്യ വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞു. അതിനുശേഷം നമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്ക. ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പക്കുട്ട അറിയാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്തത്. എന്നാലും ഒരെന്നാലുമില്ല. എന്റെ ഈ വിഷമം മാറണമെങ്കിൽ നീ എനിക്ക് ചില സഹായങ്ങൾ ചെയ്തു തരണം. പടച്ചോനെ, എന്ത് സഹായം? അച്ഛന്റെ കേസിന്റെ കാര്യം ഞാൻ എഴുതിയിരുന്നല്ലോ. പെൻഷൻ വരെ അവർ പിടിച്ചു വെച്ചു. ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ 3ാം വർഷമാണ്. കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കിലാണ് ഞാൻ. വീട് വിൽക്കാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ അളിയെ സമ്മതിക്കുന്നില്ല. നാട്ടിൽ ചെന്ന കടക്കാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് നിനക്ക് ഊഹിച്ചൂടെ? ഊഹിക്കാം. ആദ്യം കിടക്കാനൊരു സ്ഥലം, അതെ, പിന്നെ ഒരു പണി. അതെ, രണ്ടും നടക്കൂല. നൂറേ. മോനെ അപ്പക്കുട്ട, നമ്മള് തലയായിക്ക് നേടിയാന്ന് അറിയാം നിനക്ക്? ഇത് അങ്ങോട്ട് നോക്ക്. ആ ജ്യൂസ് കടയുടെ പിന്നിലൊരു മറയുണ്ട്. അവിടെയുള്ളൊരു ബെഞ്ചിലാണ്. നല്ല വീതിയുള്ള ബെഞ്ചാണോ? ബെഞ്ചിന് വീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പകൽ നേരത്ത് മാമ വരുമ്പോ എന്നെ അവിടെ കാണില്ല. അങ്ങനെ കിടക്കാനൊരിടം കിട്ടി. എവിടെ പോയി എന്ത് ജോലി തരണമെന്നറിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്നു വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്നറിഞ്ഞത്. 3000 രൂപ ശമ്പളം, ടൈ കെട്ടണം, ബെൽറ്റും ഷൂവും വേണം, എല്ലാം ഓക്കെ. പക്ഷെ ജോലി വേണമെങ്കിൽ സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം. ഒന്ന് തൽക്കാലം വാടകയ്ക്കെടുത്ത് ജോലി സംഘടിപ്പിച്ചു. പക്ഷേ അതുകൊണ്ടായില്ല. നൂറിനോട് കാര്യം അവതരിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. ബാപ്പ എങ്ങാനും അറിഞ്ഞാ അറിയാലോ. അറിയാ എന്റെ കരളെ. പറയാ ചതിക്കല്ലേ. സ്നേഹമുള്ളവളാ മൈമുന. എടാ നൂറെ, 5000 രൂപ കൊടുത്താൽ മാർവാടി ബൈക്ക് വരും. 2000 എന്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് 3000. ബൈക്കും ജോലിയും കയ്യും. 600 രൂപ അടവുള്ളൂ. എല്ലാം ശരിയാവും. നീ വാ.